ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ അനധികൃതമായ രേഖകളുമായുള്ളവർ കേരളത്തിലുള്ളതായി പകൽ പോലെ വ്യക്തമാണ്. അവർക്കൊന്നും അന്ന് അതിനനുസരിച്ചുള്ള പരിശോധനയൊന്നും തുടക്കത്തിൽ നടന്നിരുന്നല്ലോ. ഇപ്പോൾ കേരള പോലീസ് തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവരെ പിടികൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതൽ റെയ്ഡുകൾ നടക്കുന്നുണ്ടല്ലോ. കൂടുതൽ എന്താണ് വിവരങ്ങൾ? ഇപ്പം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് വ്യാപകമായിട്ട് അന്വേഷണം നടക്കുന്നത്. കാരണം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് ബംഗ്ലാദേശികൾ കൂടുതലായിട്ട് പാർക്കുന്നതെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതായത് കർണാടക, ഈ പറയുന്ന പോലെ തമിഴ്നാട്, കേരളം, അപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടക തമിഴ്നാട് പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തി നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞതാണ്. 31ഓളം പേരെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മാത്രം അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളിടത്ത് അറസ്റ്റ് ചെയ്തതിൻ്റെ കൃത്യമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മളെല്ലാം പഴിച്ചിരുന്നത് പോലെ കേരളവും മാറി നിൽക്കുന്നില്ല. കേരളത്തിലും വ്യാപകമായിട്ട് റെയ്ഡ് നടക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എറണാകുളത്ത് ഏലൂരിൽ നിന്ന് ഏതാണ്ട് 6ഓളം പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് ഒരു തസ്ലിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തു. കൂടെ താമസിച്ചവരെ പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അങ്കമാലി 6 പേരെ പിടികൂടിയിട്ടുണ്ട്. ഈ പിടികൂടിയ ആൾക്കാർക്ക് ആർക്കും യാതൊരു രേഖയും ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വ്യാജരേഖ പോലും ഉണ്ടാക്കിയിട്ടുള്ളവരല്ല, യാതൊരു രേഖയുമില്ല. അത് ഈ പിടിച്ചവർക്കൊക്കെ ആക്രി കച്ചവടമായിട്ട്, കോയമ്പത്തൂരിൽ നിന്ന് പിടിച്ചവർക്ക് ആക്രി ബിസിനസ്സാണ്. അവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പം ABT എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുണ്ട് ബംഗ്ലാദേശിൽ. അതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിലുടനീളം വ്യാപകമായിട്ടുണ്ടെന്നാണ് ഇപ്പം ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അത് കേരളത്തിലും വ്യാപകമാണ്. കേരളത്തിൽ ഈ പറയുന്നത് പോലെ പെരുമ്പാവൂര്, എറണാകുളം, കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പം എല്ലാ പ്രദേശങ്ങളിലും ധാരാളം ബംഗാളികൾ താമസമുണ്ട്. ബംഗാളികളുടെ കൂടെ ബംഗ്ലാദേശികൾ വ്യാപകമായിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം ഈ റെയ്ഡിന് ശേഷം ഈ പറയുന്ന ബംഗ്ലാദേശികൾ എന്ന് പറയുന്ന ആൾക്കാർ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ബംഗാളികളുടെ കൂടെ ആണല്ലോ, ഇവർ ബംഗാളുകാരാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ ഈ ശാരീരിക ഘടനയിലൊന്നും വലിയ വ്യത്യാസവും ഭാഷയിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ പല ടോക്കുകളിലും പറഞ്ഞതുപോലെ അടുത്തടുത്ത് കിടക്കുന്നതും 71 ശേഷം 2 രാജ്യമായി പോയെങ്കിലും വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി, അല്ലെങ്കിൽ എല്ലാം കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അതാണ് നമുക്ക് പോലും ബംഗാളികളാണോ ബംഗ്ലാദേശികളാണെന്നോ അറിയത്തില്ല, ഭാഷയും എല്ലാം ഒന്നാണ്. അപ്പം കൂടെ താമസിച്ചിട്ടുള്ള പലരും ഈ റെയ്ഡ് വ്യാപകമായപ്പോൾ, ഇപ്പം ഈ തൊഴിലാളികൾ താമസിക്കുന്ന അറിയാൽ കൂട്ടമായിട്ടാണല്ലോ താമസിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഷെഡുകളും അല്ലെങ്കിൽ ഇതിന് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പലരെയും കാണാനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതായത് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ വിഷയത്തിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും IBയും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം നേരത്തെ ഉള്ളതുപോലെ, കാരണം വിഷയങ്ങൾ വളരെ കൂടുതലായിട്ട് ഉരുത്തിരിയുന്നുണ്ട് ബംഗ്ലാദേശിൽ. ആ ബംഗ്ലാദേശിൽ ഉരുത്തിരിയുന്ന വിഷയം ബംഗ്ലാദേശിൽ നിന്ന് നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഭീകരരെ ഉപയോഗിച്ച് ഈ നമ്മുടെ നാട്ടിൽ നാശം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ എത്രത്തോളം വളരെ കുടിയേറ്റം കൂടുതൽ ഇന്ത്യയിൽ ബംഗ്ലാദേശികളുടെ ഉണ്ട്. 2016 കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ 2 കോടിയും നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയുന്നുണ്ട്. 2 കോടിയൊന്നും അല്ല, വളരെ കൂടുതലായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ പറയുന്ന ബോർഡർ സംസ്ഥാനങ്ങൾ, ആസാം പോലുള്ളിടത്തും, ആസാമിന് അകത്തുനിന്ന് ഇപ്പം നേരത്തെ കുടിയേറി താമസിച്ചിരുന്നവർ ഉള്ളതായിട്ടുള്ള 10-20,000 പേരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി സുപ്രീം കോടതി ഇപ്പം അതിനകത്ത് വിധി വന്നിട്ടുണ്ട്. അപ്പം അല്ലാതെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ പശ്ചിമ ബംഗാളിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് അവിടുന്ന് ആൾക്കാരെ കയറ്റി, ഈ പറയുന്ന അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാരെ കയറ്റി, ഈ പറയുന്ന CPM പണ്ട് വളരെ കാലം രേഖകളുണ്ടാക്കി വോട്ട് ബാങ്കായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മ്യാൻമർ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശികളുമാണ്. അപ്പം ഇവരെ കയറ്റുന്നു, സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്ക് കൊടുക്കുന്നതിനപ്പുറം പരിഗണന കൊടുക്കുന്നു, ഇവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ID കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഇവരെ വോട്ടർമാരാക്കുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ ഒരു സ്ത്രീ മത്സരിച്ച പോലും ഈ പറയുന്ന ബംഗ്ലാദേശിയാണ്, ഒരു തോറ്റുപോയെന്ന് തോന്നുന്നു അല്ലേ, ബംഗ്ലാദേശിയാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ഇവർ ആ സംസ്ഥാനം വിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വൈര്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് കേരളം മാറുന്നുണ്ട്. കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ തൊഴിലാളികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പം ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ട് വന്നവർ, അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് വളരെ കൂടുതലായിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, അല്ലെങ്കിൽ അവിടെ വലിയ വലിയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ക്രിമിനൽ കേസുകൾ പെട്ടവരൊക്കെ രക്ഷപ്പെട്ട് കേരളം താമസിക്കുന്നവരുണ്ട്. കേരളത്തിൽ വരുമ്പോൾ പുറത്തു നിന്നാണ് പോലീസ് വന്ന് പിടികൂടുന്നത്. ഇടക്കാലത്ത് കാസർഗോഡ് നിന്നൊരു
തീവ്രവാദിയെ പിടികൂടിയിരുന്നത് ആസാം പോലീസാണ്. എന്തായാലും ഇങ്ങനെ റെയ്ഡ് കേൾക്കുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കൂടിയാണല്ലോ. അല്ല, അതിനകത്ത് റെയ്ഡ് നടത്തണമെന്ന് ഒരുപക്ഷെ ഈ എല്ലാ സംസ്ഥാനത്തും ഉടനീളം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം കാണും. നമ്മൾ ഈ പറയുന്ന IBയുടെയൊക്കെ നിർദ്ദേശം വളരെ പരസ്യമല്ലെങ്കിൽ രഹസ്യമായിട്ടായിരിക്കും. ഇന്നതുപോലെ ഈ പറയുന്ന ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങൾ ഇന്നിടത്തുണ്ട്, ഇവിടെ സ്പോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവത്തില്ല, എന്നാലും ഇത്രത്തോളം ആൾക്കാർ ഇന്ന ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടാകും. അതുപോലെ ABT എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ടെന്നും അത് ഏറ്റവും വ്യാപകമായിട്ടും രഹസ്യമായിട്ടും അതിന് കഴിയുന്നത് കേരളമാണെന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന് തെരച്ചിൽ നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം ഈ പറയുന്ന ആഴത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടാണെന്നും ഉള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും കേരളത്തിലും വ്യാപകമായിട്ട് റെയ്ഡ് നടക്കുന്നുണ്ട്. കാരണം ഈ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ ബംഗാളിലുള്ള ഈ പ്രശ്നം, ഉരുത്തിരിച്ചിട്ടുള്ള പ്രശ്നം, അത് അവിടുത്തെ ഭരണം മാറുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ഭീകരവാദികൾ ഇടപെട്ട് ഭരണം മറിക്കുകയും ആ ഭീകരവാദികൾ തന്നെ ഒരുപക്ഷെ വളരെ കരുതിക്കൂട്ടി തന്നെ ഇന്ത്യയിൽ കയറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നേരത്തെ ഹസീന ഇരുന്ന സമയത്ത് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അറസ്റ്റ് ചെയ്യുമെന്ന് കണ്ടിട്ടുള്ള ഈ പറയുന്ന ഭീകര സംഘടനകളുള്ള ആൾക്കാർ അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇന്ത്യയിൽ കയറിയിട്ടുണ്ടാവും. വളരെ കാലമായിട്ട് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന ആൾക്കാരായിരിക്കും ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകളായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ശ്രീജിത്തിന് അറിയാമല്ലോ. സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞാൽ അവരെ യാതൊരു രീതിയിലും എന്ത് പ്രകോപിച്ചാലും ഒന്നിനകത്ത് ഇടപെടുന്ന രീതിയിലൊന്നുമില്ല. പറയുന്നത് പോലെ കൂടുതൽ ആൾക്കാരൊന്നും കാണത്തില്ല. ഒരു സ്ലീപ്പർ സെല്ലിൽ ഏറ്റവും കൂടി എന്നാൽ 3 പേരെ കാണത്തുള്ളൂ. ഈ 3 പേരും എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അവർ പ്രാപ്തരാകുക അല്ലെങ്കിൽ അവർ തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരത്തുള്ളൂ. അതുവരെയുള്ള രഹസ്യ കോഡുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ സ്ലീപ്പർ സെല്ലുകൾ വളരെ പേടിക്കേണ്ടതായിട്ടുള്ളൊരു സംവിധാനം. കാരണം ഒരു സ്ലീപ്പർ സെല്ലിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു രാജ്യത്തുടനീളം ഉണ്ടാവുകയും സ്ലീപ്പർ സെല്ലിൻ്റെ ഉദ്ദേശമെന്ന് പറയുമ്പം ഒരു വലിയ ഭീകര പ്രവർത്തനം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ ഇരുന്നുകൊണ്ടല്ല. ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ബോംബ് സ്ഫോടനം ഇപ്പം ഭീകരവാദികൾ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അതിന് സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പലതായിട്ട് നിന്നാണ് ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവർക്കെല്ലാം അറിയാമെങ്കിൽ തന്നെയും ഈ ഒരു ഓപ്പറേഷൻ ഇവർക്കെല്ലാം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഈ ഓപ്പറേഷൻ നമ്മുടെ ഈ IB പോലെയും രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ഓപ്പറേഷൻ കണ്ടുപിടിച്ചാൽ തന്നെയും ഇത് നമുക്ക് ഫെയിലർ ആക്കുന്നതിന് വേണ്ടി വളരെ പാടുപെടും. കാരണം ഇപ്പം ഇവിടെ നിൽക്കുന്ന ഓപ്പറേഷൻ ഇപ്പം ഈ സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരാളെ പിടിക്കുമെന്ന് വെക്കും. ഈ സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായിട്ട് എത്ര പേരുണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ട്. അഥവാ ഇനി എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഒരു 100 പേർ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ 1000 പേര് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ 1000 പേർക്കും ഈ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അറ്റംപ്റ്റ് ഒന്ന് തന്നെയായിരിക്കും. നമ്മൾക്കപ്പം ഈ ഒരാളെ പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ 2 ആളെ പിടിച്ചതുകൊണ്ടോ അവരുദ്ദേശിക്കുന്ന ഒരു ഓപ്പറേഷൻ അതിൻ്റെ സക്സസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രയാസപ്പെടേണ്ടി വരും ആ ഓപ്പറേഷൻ ഫെയിലർ ആക്കുന്നതിന് വേണ്ടി. അപ്പം വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നത്. അപ്പം സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാകുന്നത് ഒരു രാജ്യത്തിന് ആപത്താണ്. ഒരു കൂട്ടമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒരാളെ പിടിച്ച് അല്ലെങ്കിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് കുറേ ഭീകരന്മാരെല്ലാം കൂടെ അവിടെ നിന്നൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ഇപ്പം നമ്മുടെ രഹസ്യാന്വേഷണം കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് വട്ടം വളഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ വട്ടം നിന്നിട്ട് നമ്മൾക്ക് അതിനകത്ത് അത് ഫെയിലർ ആക്കാൻ പറ്റും. പക്ഷേ അല്ലാതെ വളരെ കൂട്ടമായിട്ട് വളരെ പ്ലാൻഡായിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല ചില രഹസ്യ കോഡുകളിൽ കൂടി മാത്രം വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് നിൽക്കുന്നതാണ് സ്ലീപ്പർ സെല്ലുകൾ. ആ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഏറ്റവും വലിയ ഓപ്പറേഷൻ വളരെ രാജ്യത്തിന് ഏറ്റവും ദീർഘമായിട്ടല്ലേ ഈ പാർലമെൻറ്റ് ആക്രമണം അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വകവരുത്തുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മത നേതാക്കന്മാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വകവരുത്തുന്നതിന് വേണ്ടിയാണ്. അത് അവർ ദീർഘകാല പദ്ധതിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അത് ഒരിക്കലും ഫെയിലർ ആവുന്നതിന് വേണ്ടി അവർ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഓപ്പറേഷൻ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് IBക്കും രഹസ്യാന്വേഷണ വകുപ്പിനും ഒക്കെ മനസ്സിലായതുകൊണ്ടും അതിൻ്റെ വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടുമാണ് മറ്റ് സംസ്ഥാനങ്ങളിലുടനീളം റെയ്ഡ് നടത്തുന്നതിൻ്റെ കൂടെ കേരളവും നടത്തുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ റെയ്ഡ് വ്യാപകമായതോടുകൂടി
പിടിച്ച ആൾക്കാരല്ലാതെ പല ഭാഗത്തു നിന്നും പല ആൾക്കാരും ബംഗ്ലാദേശികളെന്ന് പറഞ്ഞ് താമസിച്ചിരുന്ന പല ആൾക്കാരും ഒളിവിൽ പോകുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടെ താമസിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ബംഗ്ലാദേശിലായിട്ടുള്ള ആൾക്കാർ ഇന്ന ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒളിവിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒളിവിൽ പോയത് രഹസ്യമായിട്ട് റെയ്ഡ് നടക്കുന്ന കാര്യമറിഞ്ഞിട്ട് അവർ ക്രിമിനലുകളാണെന്ന് അവർക്ക് സ്വയം ബോധ്യമുള്ളതുകൊണ്ട് ഒളിവിൽ പോയതാണെന്ന് വിചാരിക്കും. ഏതായാലും ബംഗ്ലാദേശിലെ വിഷയമല്ല, ബംഗ്ലാദേശിലെ വിഷയം രാജ്യത്തുടനീളം ഒരു വലിയ പ്രതിസന്ധിയിലേക്കും അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യം സുരക്ഷയും ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വ്യാപകമായ റെയ്ഡ് നടക്കുന്നുണ്ട്. ആ റെയ്ഡ് വളരെ കൃത്യമായിട്ട് നടത്തി ഈ പറയുന്ന ക്രിമിനൽസിനെയൊക്കെ പിടിച്ച് പുറത്താക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതിന് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും IBയും അല്ലെങ്കിൽ ഇൻ്റലിജൻസും ഒക്കെ ശ്രമിക്കുന്നു. അത് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലും റെയ്ഡ് നടക്കുന്നതായിട്ട് അറിയാൻ സാധിക്കും.